കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ പ്രതിയായ പെൺസുഹൃത്ത് അധീനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം കോടതിയാണ് പോലീസിന് കസ്റ്റഡി അനുവദിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡിയാണുള്ളത്. അൻസിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഗ്രീഷ്മ മോഡൽ കൊലപാതകമാണ് നടന്നത്. നേരത്തെ തന്നെ പെൺസുഹൃത്ത് ഈ കുറ്റം സമ്മതിച്ചതാണ്. ഇനി ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിൽ എന്തൊക്കെ നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ടോം, ഇക്കാര്യത്തിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഈ കേസിൽ ഇവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരു സംശയം പോലീസിനുണ്ട്. അതിനൊരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെ ഈ CCTV ദൃശ്യങ്ങൾ അതെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ DVR അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പോലീസ് കരുതുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ ആരെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ടാകും. സ്വാഭാവികമായും അത് ഏത് രീതിയിലുള്ളൊരു സഹകരണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇവരോട് എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഇതിനെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് പ്രവർത്തിച്ചിരുന്ന ഒരു CCTV ആണ്. അത് മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ മെമ്മറി കാർഡിൽ നിന്നെല്ലാം തന്നെ ദൃശ്യങ്ങൾ ഒഴിവാക്കുന്നു, റെക്കോർഡിംഗ് ഇല്ലാതാക്കുന്നു. ഇതെല്ലാം തനിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അവരോട് ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ CCTV വെച്ച് ആയിരിക്കില്ല, ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഇത് അറിയാവുന്ന സാങ്കേതികത്വം അറിയാവുന്ന ആരെങ്കിലും സഹായം തേടുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നൊരു സംശയം പോലീസിന് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും വേണം. ഒപ്പം ഇവർ തമ്മിലുണ്ടായിരുന്നത് സാമ്പത്തിക ഇടപാടുകളായിരുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുമാത്രമാണോ ഇടപാട് എന്നത് പോലീസ് അന്വേഷിക്കുന്നത്. ഇവർ മറ്റേതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ, മറ്റാരെങ്കിലും ചൊല്ലുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകണം, തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും വേണം. ഈ കേസിൽ ഇവർ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതുവരെയും ചെന്നെത്തി നിൽക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. കാരണം നമുക്കറിയാം, ഈ കൊലപാതക രീതിയും കാര്യങ്ങളും എല്ലാം അനുവർത്തിച്ചിരിക്കുന്നത് തികഞ്ഞ ഒരു ക്രിമിനലിൻ്റെ കൈയടക്കത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവരെ വിഷം കലർത്തിയ പാനീയം കൊടുക്കുകയും പിന്നീട് ഇവരെ വീട്ടിലടക്കം വിളിച്ചു പറയാൻ ആത്മഹത്യ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനും എല്ലാം തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു. അതോടൊപ്പം ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല എന്ന രീതിയിലേക്ക് പോലീസിന് ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. മറ്റു ചിലരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉടലെടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ ഏതെങ്കിലും സഹായം ഈ കൊലപാതകത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നതും പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ഡാനി, ഇതിനു മുൻപ് ഈ അധീനയുടെ ഭാഗത്തു നിന്ന് ഈ അൻസിലിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഈ കൊലപാതകത്തിൽ ആരുടെയെങ്കിലും സഹായം യുവതിക്ക് ലഭിച്ചിരുന്നോ? അതോ നേരത്തെ ചില ഈ യുവതിയുടെ മൊഴിയിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു, ഗ്രീഷ്മ കാമുകനായിട്ടുള്ള ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ആ കേസ് അതൊരു പരിധിവരെ ഇവിടെ ഒരു പ്രചോദനമായിട്ടുണ്ടാകാമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ സംഘവും സംശയിക്കുന്നുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലാണ്. പക്ഷേ പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലുമാണ് ഈ വസ്തുതകൾ വിശദമായത്. പ്രത്യേകിച്ച് അയാൾ ഈ അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സുഹൃത്തിനോട് പറഞ്ഞ് തനിക്ക് വിഷം നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ഈ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. തുടർന്നാണ് പോലീസ് അധീനയിലേക്ക് എത്തുന്നത്. തുടക്കം മുതൽ തന്നെ അധീനയുടെ ഒരു ഇടപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പോലീസിനോടുള്ള പെരുമാറ്റത്തിലും കാര്യങ്ങൾ പറയുന്നതിലും എല്ലാം തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ മൊഴി കൂടി വന്നതോടുകൂടിയാണ് ഇത് ഉറപ്പാക്കുന്നത്. ഇതിൽ നേരത്തെയും ഇയാളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഇയാളെ ഒഴിവാക്കണം, മറ്റൊരു ബന്ധത്തിലേക്ക് അതിന് നീങ്ങുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ അതിനൊരു മറിയിടാനുള്ളൊരു കാരണമായിട്ട് സാമ്പത്തിക തർക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു, അത്തരം വിഷയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് തന്നെയാണ്
പോലീസ് കരുതുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്താണ് പോലീസിന് സംശയമുള്ളത്. ഇവർക്ക് മറ്റേ ആരുടെയെങ്കിലും പുതിയ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുള്ളത്. പൊതുവിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിട്ടും ഇവർക്ക് ഈ അധീനയ്ക്ക് ബന്ധമുള്ളതായിട്ടും വിവരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ആരെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. കൃത്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CCTV ദൃശ്യങ്ങളടക്കം അവിടെ ഇല്ലാതാക്കപ്പെടുന്നു. DVRൽ നടക്കും ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും കുറവ് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയാണ് ആരെങ്കിലും കൃത്യമായ രീതിയിലൊരു സഹായവും ഇടപെടലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അത് ഈ പുതിയ സുഹൃത്തുക്കളുടെ ആവാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരുമായി ഇവർക്കുള്ളൊരു സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇയാൾ തടസ്സമാകുമോ എന്ന രീതിയിലേക്ക് ഇവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം വേണം. 2 ദിവസത്തെ കസ്റ്റഡിയിൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇവരുടെ മൊബൈൽ ഫോണിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആ സമയത്ത് ഇവർ ആരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ആ ചോദ്യം ചെയ്യലിലേക്കടക്കം നീങ്ങുക. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.